മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നവഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രഹമായ ശനി വർഷം 2025 മാർച്ച് 29 രാത്രി ഏകദേശം 11 മണിക്ക് തൻ്റെ സ്വരാശിയായ കുംഭം രാശിയിൽ നിന്നും മീനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും. ശനിയുടെ ഈ രാശിമാറ്റം എല്ലാ 12 രാശിക്കാരെയും പ്രതികൂലമായോ അനുകൂലമായോ ഒക്കെ ബാധിക്കുന്നതായിരിക്കും. ശനി ഏറ്റവും സ്ലോയിൽ സഞ്ചരിക്കുന്ന ഒരു ഗ്രഹമാണ്. ഒരു രാശിയിൽ ശനി ഏകദേശം 2.5 വർഷത്തോളവും നിൽക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ശനിയുടെ പ്രഭാവ സമയവും വളരെ നീണ്ടതായിരിക്കും. ശനി കർമ്മപ്രിയനാണ്. ശനി കർമ്മഫലപ്രദായിയുമാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിൻ്റെയും ഫലങ്ങൾ അത് ശുഭമായാലും അശുഭമായാലും ഈ ജന്മത്ത് ചെയ്തതായാലും മുജ്ജന്മത്ത് ചെയ്തതായാലും ശനി നമ്മൾക്കതിൻ്റെ എല്ലാ ഫലങ്ങൾ നൽകുന്നതായിരിക്കും. ശനി എന്ന് കേൾക്കുമ്പോഴോ അതല്ലെങ്കിൽ 7.5 ശനി, കണ്ടകശനി, അഷ്ടമശനി എന്തൊക്കെ കേൾക്കുമ്പോഴോ മിക്കവാറും ആൾക്കാരുടെ മനസ്സിലൊരു ചെറിയ ഭയം ഉണ്ടാകാനിടയുണ്ട്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഇതെല്ലാം തന്നെ ശനിയുടെ പൊതുവായ കാര്യങ്ങളാണ്. അതായത് ശനി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതെല്ലാം തന്നെ നാച്ചുറലായി സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഈ സമയത്തെല്ലാം തന്നെ ശനിയുടെ ചാരവശാലുള്ള പ്രഭാവങ്ങളിൽ നിങ്ങളുടെ ജാതകത്തിലെ ശനിയുടെ സ്ഥിതികൾ മാറ്റങ്ങൾ വരുത്തുവാനും സാധ്യതകളുണ്ട്. അതായത് ജാതകത്തിൽ ശനി ബലവാനായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ 7.5 ശനി സമയത്ത് ആ വ്യക്തിക്ക് പല വിധത്തിലുമുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. അതിനാൽ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ശനിയുടെ ഈ രാശിമാറ്റത്തെ നിങ്ങൾ സാധാരണഗതിയിൽ കാണുന്നതായിരിക്കും ഉത്തമം എന്നാണ്. ശനി നിങ്ങളുടെ 3ഉം 4ഉം ഭാവങ്ങളുടെ അധിപനാണ്. ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങളുടെ 4ാം ഭാവത്തിലാണ്. അതിൻ്റെ അർത്ഥം നിങ്ങൾ ഈ സമയത്ത് കണ്ടകശനിയുടെ പ്രഭാവത്തിലാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എങ്കിലും ഇത് ശനിയുടെ സ്വരാശിയായതിനാലും ശനി ഇവിടെ പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിലൊന്നായ ശശയോഗം നിർമ്മിക്കുന്നതിനാലും ശനിയുടെ കൂടുതൽ നെഗറ്റീവ് പ്രഭാവങ്ങൾ അനുഭവപ്പെട്ട് കാണത്തില്ല. മാർച്ച് 29 ശനി മീനത്തിലേക്ക് രാശി മാറുമ്പോൾ നിങ്ങൾ കണ്ടകശനിയുടെ പ്രഭാവത്തിൽ നിന്നും മുക്തനാകുന്നതുമായിരിക്കും. ശനി കുംഭത്തിൽ നിന്നപ്പോൾ ശനിയുടെ ദൃഷ്ടി പതിച്ചിരുന്നത് നിങ്ങളുടെ കർമ്മസ്ഥാനമായ 10ാം ഭാവത്തിലായിരുന്നു. ഈ സമയത്ത് കരിയറിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു കാണും. ചില ഏറ്റക്കുറച്ചിലുകളും സംഭവിച്ചു കാണും. ഈ രാശിമാറ്റത്തോടെ കർമ്മസ്ഥാനത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ സാധിക്കുന്നതായിരിക്കും. ശനി 5ാം ഭാവത്തിലേക്കാണല്ലോ രാശി മാറുന്നത്. 5ാം ഭാവം വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈ സമയത്ത് വിദ്യാർത്ഥികൾ കൂടുതൽ പരിശ്രമം ചെയ്യുന്നതായിരിക്കും. പഠനത്തിൽ പുതിയ ഉന്മേഷവും മറ്റും കാണുവാൻ സാധിക്കുന്നതായിരിക്കും. ഈ സമയത്ത് പുതിയ ടാർഗറ്റും മറ്റും ഫിക്സ് ചെയ്യുന്നതുമായിരിക്കും. കോമ്പറ്റേറ്റീവ് പരീക്ഷകൾ, ക്യാമ്പസ് ഇൻ്റർവ്യൂ എന്നിവയിലും മറ്റും നന്നായി പെർഫോം ചെയ്യുന്നതുമായിരിക്കും. എത്ര കൂടുതൽ പരിശ്രമം ചെയ്യുന്നുവോ അതനുസരിച്ചുള്ള ഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും. ശനി 4ാം ഭാവാധിപനുമാണല്ലോ. 4ാം ഭാവം സുഖസ്ഥാനമാണ്. ഈ സമയത്ത് വീട്ടിലേക്ക് ആർഭാട വസ്തുക്കൾ, ആഭരണങ്ങൾ എന്നിവ വാങ്ങുവാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ ഭൂമി, ഭവനം, പ്രോപ്പർട്ടി, വാഹനം എന്നിവയുടെ ക്രയവിക്രയങ്ങളിൽ നല്ല പ്രോഫിറ്റും ലഭിക്കുന്നതായിരിക്കും. പുതിയ വീട് വാങ്ങാനോ അതല്ലെങ്കിൽ പഴയ വീടിൻ്റെ റിപ്പയറിംഗ് മറ്റും ചെയ്യുവാനോ സാധ്യതകളും ഉണ്ട്. മാതാവിൻ്റെ എല്ലാ സഹകരണങ്ങളും ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. ശനി 3ാം ഭാവത്തിൻ്റെയും അധിപനാണ്. ഈ സമയത്ത് നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വർധന ഉണ്ടാകുന്നതായിരിക്കും. എന്തിനേയും നേരിടുവാനുള്ള ഒരു മനോഭാവം ഉടലെടുക്കുന്നതായിരിക്കും. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധന ഉണ്ടാകും. മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യുവാൻ എളുപ്പം സാധിക്കുന്നതായിരിക്കും. ഇത് മാർക്കറ്റിങ്ങും മറ്റും ചെയ്യുന്നവർക്ക് പല പ്രയോജനങ്ങളും വരാൻ ഇടയാക്കുന്നതുമായിരിക്കും.
ഇളയ സഹോദരങ്ങളുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതുമായിരിക്കും. യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും. ഇനി ശനിയുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ശനിയുടെ 3-ാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ 7-ാം ഭാവത്തിലാണ്. ഈ സമയത്ത് ദമ്പതികൾ തമ്മിൽ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും നല്ല ശ്രദ്ധ പുലർത്തണം. മറ്റുള്ളവരെ ഹർട്ട് ചെയ്യുന്ന രീതിയിൽ പെരുമാറാൻ പാടില്ല. ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കണം. പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർ തമ്മിൽ ഒത്തൊരുമിച്ച് വേണം തീരുമാനങ്ങൾ എടുക്കുവാൻ. ശനിയുടെ 7-ാം ദൃഷ്ടി പതിക്കുന്നത് 11-ാം ഭാവത്തിലാണ്. ഈ സമയത്ത് ലാഭസ്ഥിതികൾ നല്ലതായിരിക്കുമെങ്കിലും ചിലവുകളിൽ കൺട്രോൾ ചെയ്യണം. അതുപോലെ നിക്ഷേപങ്ങളും മറ്റും നന്നായി സ്റ്റഡി ചെയ്തിട്ട് വേണം ചെയ്യുവാൻ. അല്ലാത്ത പക്ഷം പൈസ ഒരിടത്തുകൂടി വരികയും മറ്റൊരിടത്തുകൂടി പോവുകയും ചെയ്യും. ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ശനിയുടെ 10-ാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ 2-ാം ഭാവത്തിലാണ്. മെയ് 14-ാം തീയതി മുതൽ ഗുരുവിൻ്റെ 7-ാം ദൃഷ്ടി മിഥുനത്തിൽ നിന്നും ഇവിടെ പതിക്കും. ഇത് ശനിയുടെ ദൃഷ്ടിയെ കുറച്ചൊക്കെ ന്യൂട്രലാക്കുന്നതുമായിരിക്കും. അതിനാൽ സാമ്പത്തികപരമായി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളില്ല. കുടുംബാന്തരീക്ഷവും വളരെ സന്തോഷമുള്ളതായിരിക്കും. പൊതുവെ വൃശ്ചികം രാശിക്കാർക്ക് ശനിയുടെ ഈ രാശിമാറ്റം കൂടുതലും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത്. എങ്കിലും കൂടുതൽ ശനിപ്രീതി ലഭിക്കുന്നതിനായി ചില കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. നേരായ മാർഗത്തിൽ കൂടെ പൈസ സമ്പാദിക്കുവാൻ ശ്രമിക്കണം. ഒരിക്കലും ഷോർട്ട് കട്ട് ഉപയോഗിക്കുവാൻ പാടില്ല. മറ്റുള്ളവരെ ചതിക്കാനോ വഞ്ചിക്കാനോ പാടില്ല. ലഹരി പദാർത്ഥങ്ങൾ, മദ്യമാംസാദികൾ ഉപേക്ഷിക്കുക. അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. അവശതയുള്ളവർക്ക് കഴിയുന്നത്ര സഹായം ചെയ്യുക. എല്ലാ കാര്യങ്ങളും ആത്മാർത്ഥതയോടെ ചെയ്യുക. ഈ വക കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ കൂടുതൽ ശനിപ്രീതി ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.